Meet the editors. കേജ്രിവാളിന് പിന്തുണയേറുന്നോ എന്നതാണ് ചോദ്യം. ഡോക്ടർ അരുൺ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന കോഴിക്കോട് നിന്നാണ് ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ. ആദ്യം ഞാൻ ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. കേജ്രിവാളിന് പിന്തുണയേറുമോ ഈ 50 ദിവസത്തിന് ശേഷമുള്ള ജയിൽ മോചനം? ഏത് തരത്തിൽ പ്രതിഫലിക്കും? നിശ്ചയമായും സാമാന്യം ശക്തിയുള്ള നേതാവായിരുന്ന കേജ്രിവാളിനെ അസാമാന്യ ശക്തിയുള്ള നേതാവാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. നോക്കൂ, ഇന്നത്തെ ഈ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ജഡ്ജ്മെൻറ്റ് വിധി എന്ന് പറയാം, ഒരു ഡെമോക്രാറ്റിക് ജഡ്ജ്മെൻറ്റ് എന്ന് പറയാം. അതിന് നമുക്ക് മുൻമാതൃകകളൊന്നുമില്ലാത്ത വിധത്തിൽ നടത്തിയിട്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇന്ന് കോടതിയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതി പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യനീതിയും എല്ലാവർക്കും തുല്യ അവസരവും നൽകുന്നൊരു സംവിധാനം, ഒരു സാമൂഹിക വ്യവസ്ഥ എന്നാണ് അത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കാളികളാകാനുള്ള അവസരം ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മറുപുറം എന്താണ്? അതായത് തുല്യാവകാശം അല്ലെങ്കിൽ തുല്യനീതി എന്നുള്ളത് ഈ കവർ ചെയ്യപ്പെടുന്നൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് പറയാതെ പറയുകയല്ലേ കോടതി ചെയ്തിരിക്കുന്നത്? അത്തരമൊരു വ്യാഖ്യാനം ഈ വിധിയിൽ നിന്ന് സാധ്യമാണല്ലോ. അപ്പോൾ അത് ചെറിയൊരു ഇമ്പാക്റ്റ് അല്ല ഈ ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരും. എന്ന് മാത്രമല്ല, കോടതി ഉത്തരവിൽ കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഈ അറസ്റ്റിൻ്റെ ലീഗാലിറ്റി ഈസ് അണ്ടർ കൺസിഡറേഷൻ. അത് പരിഗണനയിൽ തന്നെയാണ്. ഇതിൻ്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട് ഈ അറസ്റ്റിൻ്റെ എന്നത് സംബന്ധിച്ചുള്ള വിഷയം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് കൂടി പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു. എന്താണ് ഈ മറ്റ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്? കോടതി തന്നെ അത് വിശദമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 1.5 വർഷം മുമ്പാണ് ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ 1.5 വർഷവും എടുക്കാത്ത ചില കാര്യങ്ങൾ, നീക്കങ്ങൾ, നടപടികൾ ഈ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ച് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് തന്നെ തെറ്റായൊരു നീക്കമായിരുന്നു എന്ന് കോടതി പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം കോടതി പറയുന്നത്, ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഇദ്ദേഹം ഒരു ക്രിമിനൽ അല്ല, ഇദ്ദേഹം ഒരു സെർവിങ് ചീഫ് മിനിസ്റ്ററാണ്, ഇദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ കൺവീനറാണ്. അങ്ങനെ ഒരാൾ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകേണ്ടതുണ്ട്, അതിൻ്റെ പ്രചരണത്തിൽ പങ്കാളിയാകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിയമത്തിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ നിരീക്ഷണം കോടതി നടത്തുകയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ അൺപ്രസിഡന്റഡ് ആണ്, ഇതിനൊന്നും ഒരു മുൻമാതൃകയല്ല. എന്തുകൊണ്ട് കോടതിക്ക് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്താൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായി കാണുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്, രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. EDയെ ഉപയോഗിച്ച്, CBIയെ ഉപയോഗിച്ച്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയെല്ലാം ഒന്നുകിൽ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഭീഷണിപ്പെടുത്തി മറുകണ്ഠം ചാടിക്കുക, അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുക. ഇതൊരു പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ ചർച്ചാ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, ഒരു ഭരണകൂടമാണ് NDA സർക്കാർ എന്ന് പറയുന്നത്. ഇതൊക്കെ കോടതിയുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണമല്ലോ. കാരണം ഇന്നിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അക്യൂസേഷൻ മാത്രമാണ്, അല്ലേ, കുറ്റാരോപണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രചാരണത്തിൽ പങ്കെടുക്കട്ടെ. എന്നിട്ട് ജനാധിപത്യത്തിൽ ഒരു നേതാവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് തേടി എല്ലായിടത്തും പോകാം, വോട്ടിന് വേണ്ടി പ്രചാരണം നടത്താം. ഒരു വിലക്കുകളും ഈ പറയുന്ന കാര്യങ്ങളിനകത്തൊന്നും അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് കോടതി ഈ പറയുന്ന ഇന്ത്യയിൽ നിലവിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ ഇത് BJPക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും വലിയ തിരിച്ചടിയാകും. ഇന്ത്യയിലെ ചിന്തിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് കോടതി അരവിന്ദ് കെജ്രിവാളിനെ ഈ സമയത്ത് പുറത്തേക്ക് വിട്ടു?
അതായത് കോടതിക്ക് ബോധ്യമുണ്ട് ഈ കാര്യങ്ങളിൽ, അതായത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഒരു സമയത്ത് ജയിലിൽ പിടിച്ചിടേണ്ട ഒരാളല്ല എന്ന് കോടതി പറയുന്നു. അപ്പോൾ കോടതി അങ്ങനെ നിരീക്ഷിക്കുന്നുവെങ്കിൽ ആ കൃത്യം ചെയ്ത ആളുകൾ അവരുടെ മോട്ടീവ് എന്തായിരുന്നു, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാഭാവികമായ ചർച്ചയും ആശങ്കയും ഒക്കെ ഉണ്ടാവില്ലേ? അത് ആർക്കെതിരായി ഭവിക്കുകയാണ്? അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും വളരെ വളരെ സ്ട്രാറ്റജിക്കലായ എറേഴ്സ് വരുത്തിയ ഒരു പ്രധാനമന്ത്രിയും നേതാവുമാണ് നരേന്ദ്രമോദി. ഒരു കാര്യം ഞാൻ പറയാം, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴല്ലേ ഇവിടുത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? എന്തൊരു ആക്റ്റാണത്! ഏതെങ്കിലും ഒരു ഭരണാധികാരി, ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ തനിക്കെതിരായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം ടോർപ്പിഡോ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് നടത്തിയ വാർത്താ സമ്മേളനമുണ്ടോ, ഞങ്ങൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കാൻ പോലും പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? അതിനുശേഷമാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഹേമന്ത് സോറൻ അറസ്റ്റ് നടക്കുന്നത്. അതായത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, തങ്ങൾക്കെതിരെ അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അതുകൊണ്ട് അവരെ പിടിച്ച് ജയിലിലിടാൻ തീരുമാനിക്കുന്നു. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ വളരെ അത്ഭുതകരമായൊരു കാര്യമായിരുന്നല്ലോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടി സഖ്യമുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അത് നടക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇന്ത്യ ബ്ലോക്കിൽ അവർ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ കൂടിയും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും അത്തരത്തിലൊരു സഖ്യമുണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അത്ഭുതകരമായ ആ സഖ്യമുണ്ടായി എന്ന് മാത്രമല്ല, ഏറ്റവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന, തോളോട് തോൾ ചേർന്ന് നിന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രവർത്തിക്കുന്നൊരു കാഴ്ച കണ്ടപ്പോൾ നിശ്ചയമായും ആ നിമിഷമാണ് ഈ പറയുന്ന മോദി തീരുമാനമെടുത്തിരിക്കുന്നതെന്നേ. കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടാക്കുമായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല അടിയന്തരമായി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നതിന് കിട്ടിയ ശിക്ഷയാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ നിയമ സംവിധാനം കണ്ണു തുറന്നു വെക്കുകയും നീതിന്യായ വ്യവസ്ഥ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഒരു മാതൃക തന്നെ ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇതൊരു ചെറിയ വെല്ലുവിളിയല്ല BJP ഉണ്ടാക്കാൻ പോകുന്നത്. BJP, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു വരുന്നതിനെ ആദ്യം മുതൽ തന്നെ ഭയന്നിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. ഈ 7 സീറ്റുകളും 2019 BJP ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി വിജയിച്ച സീറ്റുകളാണ്. എന്നാൽ അതിൽ 6 സിറ്റിംഗ് MP സീറ്റ് കൊടുത്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. 2024 വരുമ്പോൾ നമ്മളത് ആലോചിക്കണം. മനോജ് തിവാരി എന്ന് പറയുന്ന ഏക സിറ്റിംഗ് MP മാത്രമാണ് ഇപ്രാവശ്യം BJP ഡൽഹിയിൽ സീറ്റ് നൽകിയിരിക്കുന്നത്. ബാക്കി 6 പേര് ചെറിയ ആളുകളാണോ? മീനാക്ഷി ലേഖി, അഭിനവ ഉമാഭാരതി എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. വാ തുറന്നാൽ വർഗീയതയും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നും പറയത്തില്ല. മീനാക്ഷി ലേഖിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ഗൗതം ഗംഭീർ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖമാണല്ലോ, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. ഹർഷവർദ്ധൻ, യഥാർത്ഥത്തിൽ ഡൽഹിയിലെ BJP എന്ന് പറഞ്ഞാലുണ്ടല്ലോ മദൻലാൽ ഖുറാന, സാഹിബ് സിംഗ് വർമ്മ, ഹർഷവർദ്ധൻ എന്നൊക്കെ പറയുന്ന നേതാക്കളാണ്. അതിൽ ഹർഷവർദ്ധന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രമേഷ് ബിദൂരി ഏറ്റവും അവസാനം ഉണ്ടാക്കിയ പ്രശ്നം എന്താണ്? ഡാനിഷ് അലിക്കെതിരായിട്ട് ലോക്സഭയിൽ ബഹളമുണ്ടാക്കിയതിൻ്റെ പേരിൽ പ്രശ്നത്തിൽ ആയ ഒരാളാണ്. അതേപോലെ തന്നെ ഹൻസ്, ഡൽഹിയിലെ BJPയുടെ നെടുന്തൂണാണ് ഹൻസ്. ഇങ്ങനെയുള്ള 6 പ്രഗത്ഭരായ ആളുകൾക്കാണ് ഡൽഹിയിൽ സിറ്റിംഗ് MP ആളുകൾക്കാണ് സീറ്റ് കൊടുക്കാതിരുന്നത്. ഇവർ ആരുടെയും വിജയം മോശപ്പെട്ട വിജയമായിരുന്നില്ല. 2019 ഇവരെല്ലാം എബോവ് 50% ഇവരുടെ മാർജിൻ. 50%, 52%, 53% ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്നവരാണ് ഞാൻ ഈ പറഞ്ഞ 6 പേരുകാർ. എന്തുകൊണ്ടാണ് ഈ 6 പേരുകാർക്ക് BJP സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുക്കാതിരുന്നതിൻ്റെ ഒറ്റ കാരണം എന്താ അറിയോ? ഈ 6 പേരും തോറ്റുപോകും എന്നുള്ളതുകൊണ്ടാണ്. വിജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നിശ്ചയമായും നിങ്ങൾ സീറ്റ് കൊടുക്കില്ലേ? ഓരോ സീറ്റും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമല്ലേ? അപ്പോൾ ഈ 6 പേർക്കെതിരെ ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് കണ്ടെത്തുന്ന BJP ഈ 6 പേർക്ക് മത്സരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം പുഷ്പം പോലെ ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചു വരാൻ പോകുന്നു എന്ന് ആദ്യം തന്നെ കൃത്യമായ റിപ്പോർട്ടുള്ളൊരു പാർട്ടിയാണ് BJP. അപ്പോഴാണ് BJPയും കോൺഗ്രസും കൂടി ഐക്യത്തിൽ വരുന്നത്. അതോടുകൂടി പ്രശ്നമായി. അപ്പോൾ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. അത് ബൂമറാങ് ചെയ്തല്ലോ. ഇനിയിപ്പം നോക്കൂ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം പ്രേക്ഷകരെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? ഹനുമാൻജിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇത് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ കാര്യമല്ല. അതിനു മുമ്പ് തന്നെ ഒരു വിശാലമായ വാർത്താ സമ്മേളനം BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന അതിഷി അടക്കമുള്ള എല്ലാ നേതാക്കളും കൂടി നടത്തിയിരുന്നു. അവരെല്ലാം ആദ്യം പറയുന്ന വാക്കെന്ന് പറയുന്നത് ഹനുമാൻജിയുടെ അനുഗ്രഹമാണ്. പിന്നെ സുപ്രീം കോടതിയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഒപ്പം സാക്ഷാൽ ഹനുമാൻജിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഈ ഹനുമാൻജിയുടെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഡൽഹിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഹനുമാൻ ഭക്തരാണ്. നിങ്ങൾക്ക് ഈ ഡൽഹിയിലെ ഓഫീസുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ
കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ മുറുക്കി തുപ്പുന്നൊരു പരിപാടിയുണ്ട്. ഇവർ വലിയ രീതിയിൽ പിന്നെ ഈ ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇവർ ഈ മുറുക്കി തുപ്പാതിരിക്കാനായിട്ട് ഹനുമാൻ്റെ പടം വരച്ച് വയ്ക്കും. ഹനുമാൻ്റെ പടം വരച്ച് വിത്തുകളിലൊക്കെ വയ്ക്കും, താഴെയൊക്കെ കോർണേഴ്സിലൊക്കെ ഈ മൂലകളിൽ വയ്ക്കും. എന്തിനത്? അവിടെ ഹനുമാൻ്റെ പടം കണ്ടാൽ മുറുക്കി തുപ്പില്ല. അത്ര ഭക്തിയും ഭയവും ബഹുമാനവും ഒക്കെയാണ് ഈ ഹനുമാൻ എന്ന് പറയുന്ന ബിംബത്തോട് ഡൽഹൈറ്റ്സിനുള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ ഹനുമാൻ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ ഇതിന് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യും. അത് കൂടാതെ ഈ പറയുന്ന ഒരു വിക്ടിം പരിവേഷവും കൂടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ സാമാന്യം ശക്തി ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അസാമാന്യ ശക്തിയുള്ളൊരു നേതാവാക്കി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെക്കാളും ശ്രദ്ധയോടെ ഇനി ഇന്ത്യ ഉറ്റുനോക്കുന്നൊരു നേതാവ് പോലുമായിട്ട് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ അടുത്ത 4 ഘട്ടത്തിലേക്ക് വരാം. അത് ഞാൻ പറയുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഇനി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാവില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നത് എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രചാരണം നടത്തുന്ന നല്ല കമ്മ്യൂണിക്കേറ്ററുമാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വലിയ ഇമേജ് ഉണ്ടാകും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 1977 രാംലീല മൈതാനിയിൽ ഒരു വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ബാബു ജഗജീവൻ റാം, മൊറാർജി ദേശായി, ലാൽകൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, ഇങ്ങനെ HN ബഹുഗുണ, ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് 77 ഇന്ദിരാഗാന്ധി ഇവരെ ജയിൽ മോചിതരാക്കിയതിന് ശേഷം നടത്തിയൊരു വലിയ സമ്മേളനമുണ്ട് രാംലീല മൈതാനിയിൽ. ആ സമ്മേളനം ഇന്ത്യയുടെ ചരിത്രം തീരുമാനിച്ചു എന്നുള്ളതാണ്, ഭാവി രാഷ്ട്രീയം തീരുമാനിച്ചു. 77 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അടക്കം പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ജയിലിലൊക്കെ പിടിച്ച ആളുകളെ ഇട്ട് കളയുന്ന ശക്തരായ ഭരണാധികാരികളെ പിന്തുണയ്ക്കും കേട്ടോ, ജനം പിന്തുണയ്ക്കും. പക്ഷേ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും, അവരെ ഇഷ്ടവുമാണ്. പക്ഷേ എപ്പോഴാണ് ഈ ശക്തനായ ഭരണാധികാരി ഏകാധിപതിയായി പരിവർത്തിക്കപ്പെടുന്നത്, ആ നിമിഷം ജനം അവർക്കെതിരാവും. അത് ബോധ്യമുള്ള ആളുകളാണ്, അത് കണ്ടാൽ മനസ്സിലാകുന്ന ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അവർ വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് വടക്കേന്നുള്ള ആളുകൾ. ആ അർത്ഥത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, രാജ്യവ്യാപകമായിട്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സാമാന്യം മാത്രം ശക്തി ായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അസാമാന്യ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയതിൻ്റെ ഏക ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. അടുത്ത ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അതിന് വലിയ വില BJPക്ക് നൽകേണ്ടി വരും. ശരി, ബാക്കി എല്ലാവരിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. കേജ്രിവാളിന് പിന്തുണയേറുമോ ചർച്ച തുടരുകയാണ്. കേജ്രിവാളിന് പിന്തുണ ഏറും എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇന്നലത്തെ സുപ്രീം കോടതിയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം, സുപ്രീം കോടതിക്ക് ഏറ്റവും ബോധ്യമായ കാര്യം, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി കേജ്രിവാളിനെ ജയിലിൽ തന്നെ ഇടാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി എന്ത് ചോദിച്ചത്, 2022 മദ്യനയ കേസ് ഉണ്ടായ ഘട്ടത്തിൽ എന്തുകൊണ്ട് കേജ്രിവാളിനെ അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല, അങ്ങനെയല്ലെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അറസ്റ്റ് എന്ന ആലോചനയിലേക്ക് പോയില്ല, അപ്പോൾ ഈ 1.5 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായും ഈ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നടപടിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്ന പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ വാദത്തിനാണ് ബലം വരുന്നത്. അത് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു എന്നിടത്ത് നിന്ന് വേണം തുടങ്ങാൻ തോന്നുന്നു. കേജ്രിവാൾ എന്തായാലും പുറത്തേക്ക് എത്തിയപ്പോൾ കണ്ട പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആപ്പിന്റെ പ്രവർത്തകരുടെ ആഹ്ലാദം, ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ പ്രതികരണം. കേജ്രിവാൾ ജയിലിലേക്ക് പോകുമ്പോഴുള്ള നേതാവല്ല, പുറത്തേക്ക് വരുമ്പോൾ എന്നുള്ള കാര്യം വ്യക്തമാണ്. കേജ്രിവാൾ കൃത്യമായും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ദേശീയ നേതാവായ വ്യക്തിയാണ് എന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് 2014 വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേശീയ നേതാവായി തന്നെ ഉയരുന്നത് ആ ഘട്ടത്തിലാണ്. ഇപ്പോഴും മോദിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടുന്ന നേതാവ് എന്ന ഒരു പ്രതിച്ഛായ കൈവന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി എന്ന നേതാവാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി തന്നെ കരുതുന്നത്. അത് അങ്ങനെ ഒരു പദവി കൊടുത്തതല്ല, പക്ഷേ ആ രൂപത്തിലാണത് എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലപ്പുറം മോദിയോട് നേർക്കുനേർ പോരാടിക്കൊണ്ടുള്ള വീരപ്രതിച്ഛായയോടുകൂടി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. ഇനി കേജ്രിവാൾ ഇപ്പോൾ ഈ അറസ്റ്റിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ല എന്നുള്ളതും വളരെ ബുദ്ധിപൂർവ്വം എടുത്ത തീരുമാനമാണ്. ഹേമന്ത് സോറൻ സമയത്ത് രാജിവെച്ചു, പക്ഷേ ജയിലിലേക്ക് പോകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായി. അങ്ങനെ മുഖ്യമന്ത്രിയായി ജയിലിൽ കടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ജയിലിൽ നിന്ന് അദ്ദേഹം ഭരിച്ചു, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു. ഭാര്യ സുനിത കേജ്രിവാൾ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എല്ലായിടത്തേക്കും വാർഡ് തോറും സഞ്ചരിച്ചുകൊണ്ടാണ് സുനിത കേജ്രിവാൾ പ്രചാരണം നടത്തിയത്. അതുമാത്രമല്ല, എൻ്റെ ഭർത്താവ് ജനങ്ങൾക്ക് വേണ്ടി ജയിലിലേക്ക് പോയിരിക്കുന്നു, ഇതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്ന ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ പ്രസംഗങ്ങളിലൂടെ നടത്തിയത്. പിന്നീട് ഈ മഹാറാലികൾ നടന്നു, ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ പരിപാടി, ഇതിലൊക്കെ തന്നെയും സുനിത കേജ്രിവാൾ പ്രധാന പ്രചാരകയായി മുന്നിലെത്തുന്നു. പക്ഷേ അവർക്ക് അധികാരം കൈമാറുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കേജ്രിവാളിൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവായി സുനിത കേജ്രിവാൾ
ഉയർന്നു വരുന്നു. അതൊക്കെ തന്നെയും കൃത്യമായ ആലോചനയോടുകൂടി തന്നെ ആപ്പ് ചെയ്തതാണ്. സുനിത കേജ്രിവാളിനെ രാഷ്ട്രീയ നേതാവായിട്ടല്ല, കേജ്രിവാളിന്റെ പ്രതിനിധിയായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ നടക്കുന്നത് സുപ്രധാന ഘട്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ കേജ്രിവാളിന്റെ അറസ്റ്റിന് മുമ്പ് മറ്റൊരു ഘട്ടമായിരുന്നു. ആ സമയത്ത് BJPക്ക് അനുകൂലമായ കാറ്റ് തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന ആത്മവിശ്വാസത്തോടുകൂടിയുള്ള മോദിയുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. മൂന്നാം ഘട്ടത്തിന്റെ പകുതി എത്തിയപ്പോഴേക്കും അത് തീവ്ര പ്രസ്താവനകളിലേക്ക് എത്തിയിരിക്കുന്നു, മുസ്ലിം വിരോധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് പോലും മഹാരാഷ്ട്രയിലെ പ്രസംഗം ആ തരത്തിലാണ് മോദിയുടേതായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ തോതിൽ അതിന് തിരിച്ചടിക്കാൻ പോകുന്നു. ഇപ്പോൾ കേജ്രിവാൾ ഇനി അങ്ങോട്ട് പ്രചാരം നടത്താൻ പോകുന്ന ആപ്പിന് നല്ല സ്വാധീനമുള്ള ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ മാത്രമല്ല ബാക്കി എല്ലായിടത്തും പോകും. കേജ്രിവാൾ മത്സരിക്കുന്നത് 22 മണ്ഡലങ്ങളിലാണ്. അതിൽ ഇനി 18 ഇടത്താണ് നടക്കാനുള്ളത്. ഇനി അതിൽ 13 ഇടത്ത് മത്സരിക്കുന്നത് പഞ്ചാബിലാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ആപ്പും കോൺഗ്രസും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ കേജ്രിവാൾ ആ വിടവ് പരിഹരിക്കും, അതായിരിക്കും ആദ്യം ചെയ്യുക. പഞ്ചാബിൽ ശ്രദ്ധിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചാബിൽ BJPക്ക് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവിടെ കർഷകരുടെ രോഷം, അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അവിടെ എത്തി കേജ്രിവാൾ പ്രസംഗിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ തിരിച്ചടിക്കാൻ സാധിക്കും. ഹരിയാനയിൽ BJPക്ക് അല്ലാതെ തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവിടെ ആപ്പെങ്കിലും, പക്ഷേ അത് ആ സാഹചര്യം മാറും. അതിലപ്പുറം ഇന്ത്യ ബ്ലോക്കിനകത്ത് തന്നെ ഒരു ഊർജ്ജം കൈവന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന വാദമുയർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രതീകമായി കേജ്രിവാളിനെ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുന്ന 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന 5 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 15-ന് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. മാർച്ച് 11-നാണ് CAA ചട്ടം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. ഏപ്രിൽ 21-ന് മോദിയുടെ ബൻസ്വാരയിലെ മംഗൾസൂത്ര പ്രസംഗം വരുന്നതിനോടൊക്കെ എങ്ങനെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു, അതെങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പമാണ് ഏറ്റവും ഒടുവിലത്തെയാണ് ഈ മെയ് 10-ന് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം വന്നിട്ടുള്ള വിധി വന്നിരിക്കുന്നത്. നാളെ നോക്കൂ, അദ്ദേഹം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥന എത്രത്തോളം ഡൽഹി വാസികളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അതിനപ്പുറം ഡൽഹിയിൽ മാത്രമായിരിക്കില്ലല്ലോ അതിനപ്പുറം ഭൂരിപക്ഷ വിഭാഗത്തെ അത് സ്വാധീനിക്കും. മതേതരമായ നിലപാടെടുക്കുന്നവരെ കൂടി സ്വാധീനിക്കാനുള്ള ഒരു കാര്യം അതിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പല കാര്യങ്ങളും കേസിൽ ഈ മദ്യനയ കേസിൽ താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്നുണ്ട്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ പറയാനിരിക്കുന്നു. അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം അറിയേണ്ടത്. ഇപ്പോൾ ഇന്ത്യ മുന്നണി ആ തരത്തിൽ ഒറ്റക്കെട്ടായി ശക്തമായി കേജ്രിവാളിന് പിന്നിൽ അണിനിരക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ തന്നെ ആകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ അത്രയ്ക്കും നിർണായകമാണ്. ഇനിയുള്ള ഘട്ടങ്ങളും നിർണായകമാണ്. ഇപ്പോൾ തന്നെ BJPക്ക് 1, 2 ഘട്ടങ്ങളിലൊക്കെ 1, 2, 3 ഘട്ടങ്ങളിൽ എത്രത്തോളം പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഘട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ താരപരിവേഷത്തോടുകൂടി, യോദ്ധാവ് പരിവേഷത്തോടുകൂടി കേജ്രിവാൾ എത്തുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ആ പ്രതിനിധിയായിട്ട് മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതിനിധിയായിട്ട് തന്നെ വരുന്നു. ഇതിനപ്പുറം ആപ്പ് എന്ന പാർട്ടിക്കും ഒരു ഉയർച്ചയുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആപ്പ് എന്ന പാർട്ടിയുടെ ഒരു വളർച്ചയുടെ ഘട്ടം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. ഏതായാലും സ്വയം നശിക്കുന്ന അല്ലെങ്കിൽ വിനാശകരമായ ഒരു തീരുമാനമാണ് ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അടുത്ത ആഴ്ച കേജ്രിവാളിന്റെ അടുത്തൊരു ഹർജി കൂടി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ശരിയല്ല എന്നുള്ള ഹർജി കൂടി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കൂടി അതിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടിയാവും വരാനിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. ഏതായാലും പ്രതിപക്ഷത്തിനാകെ ഊർജ്ജം നൽകുന്ന കാര്യമാണ്. കേജ്രിവാളിന് പിന്തുണ ഏറുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ അരുൺ. തീർച്ചയായും ഒരുപക്ഷെ നമ്മുടെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നാടകീയമായ ദൃശ്യങ്ങളിലൊന്നാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും വളരെ എക്സൈറ്റഡായി രാഷ്ട്രീയ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ആം ആദ്മി പാർട്ടി അണികളോട് ഇന്ത്യ മുന്നണിയിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും വളരെ ആവേശം തുടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ ഏറുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഞാൻ 2 കാര്യങ്ങളായിട്ടത് വിശദീകരിക്കാം. ഒന്ന്, അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 2, അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ അഥവാ അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും. ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം സമർത്ഥനായ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറാണ്.
പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഖരഗ്പൂർ IIT-യിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയന്ത്രം, ഇന്ത്യൻ പൊളിറ്റിക്കൽ മെഷീൻ റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ മെഷീനെ ശരിയാക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. 2006 റമൺ മാഗ്സസെ അവാർഡ് നേടുന്ന അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് 2013 ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന അരവിന്ദ് കെജ്രിവാളിലേക്ക് ഒട്ടേറെ ദൂരങ്ങളുണ്ട്. അവിടെയും നാടകീയമായ ഒരു സംഭവ വികാസമുണ്ട്. അത് 2011 നടക്കുന്ന അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ്, ആ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയമായ ചലനങ്ങൾ, തുടർച്ചയായുള്ള രാഷ്ട്രീയ ചലനങ്ങൾ, അതിൽ അണ്ണാ ഹസാരയ്ക്കൊപ്പം നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ മുഖമുണ്ടാവുന്നത്, ഒപ്പം നിൽക്കുന്ന യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും അടക്കമുള്ളവർ വിട്ടുപോയിട്ടും ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ ഉദയം. അപ്പോൾ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സൃഷ്ടിച്ചതും അരവിന്ദ് കെജ്രിവാൾ എന്നൊരു രാഷ്ട്രീയ നേതാവിനെ സൃഷ്ടിച്ചത്, അതുപോലെയാണ് ഏകദേശം 11 വർഷത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ED നടപടി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായ ഇരട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. അഥവാ ഹാഫ് സെഞ്ചുറി അടിക്കാൻ വന്ന ബാറ്റ്സ്മാന് ഡബിൾ സെഞ്ചുറി കൊടുക്കുന്ന ഏറ്റവും മോശമായ ബൗളിംഗ് പെർഫോമൻസ് ആണ് NDയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെയാണ് എന്ന് കൂടി ഞാനൊന്ന് വിശദീകരിക്കാം. 4-5 പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ സാധാരണ രീതിയിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ഒരു പക്ഷേ BJP മൈനസ് RSS അഥവാ BJP മൈനസ് മോദി എന്ന ഒരു ആശയത്തിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുകെട്ടാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ BJP ഒരുപാട് രാഷ്ട്രീയമായ സിമിലാരിറ്റികൾ, സാമ്യതകളുള്ളൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. നമ്മളതിനെ മൃദു ഹിന്ദുത്വം എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ. അതിനെ നിസ്തുല ഹെർബർ എന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തക, ഹിന്ദുവിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്റർ വിശേഷിപ്പിക്കുന്നത് കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയമായിട്ടാണ്. അഥവാ മത്സരാധിഷ്ഠിതമായ ഹിന്ദുത്വ ആശയത്തിൻ്റെ ആൾരൂപമാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുമ്പോഴെല്ലാം ഒരുപക്ഷെ ഒരു BJP നേതാവ് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം. ഈ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി മാറണമെങ്കിൽ കറൻസിക്കുള്ളിൽ ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രം വയ്ക്കണം എന്ന് പറഞ്ഞത് ഇതേ അരവിന്ദ് കെജ്രിവാളാണ്. രാമനു പകരം ഹനുമാൻ ചാലീസ ചൊല്ലിപ്പോകുന്നതും ഇതേ അരവിന്ദ് കെജ്രിവാളാണ്. രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനെ അനുകൂലിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്ന അരവിന്ദ് കെജ്രിവാൾ. എന്തിനേറെ 2006 20 കേന്ദ്ര സർവകലാശാലകൾക്ക് 27% OBC സംവരണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംവരണ വിരുദ്ധരായ കൂട്ടത്തിലും ഈ അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്. അപ്പോൾ കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വയുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിൻ്റെ ലക്ഷണമൊത്ത നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന കാര്യത്തിൽ നിസ്തുല ഹെബറിനെ പോലെ എനിക്കും യാതൊരു സംശയവുമില്ല. അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അവിടെ മോദിയുടെ എക്സ്ട്രീമിസത്തിലേക്കല്ല അരവിന്ദ് കെജ്രിവാൾ പോകുന്നത്. മൃദു ഹിന്ദുത്വത്തിൻ്റെ, കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വത്തിൻ്റെ, മത്സരാധിഷ്ഠിത ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങളിൽ ഊന്നിയാണ് അരവിന്ദ് കെജ്രിവാൾ BJP വിതച്ചിരിക്കുന്ന പാഠങ്ങളിലെല്ലാം പുതിയ വിളവിറക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആ ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വ എന്നുള്ളത് BJPയുടെ ഒരു ഭീഷണിയായ ഒരു ആശയമാണ്. നമ്പർ 2, അരവിന്ദ് കെജ്രിവാൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ സാധാരണ ഞാൻ പറയാറുള്ളത് റാം ആൻഡ് റൊട്ടി, അതാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന രാഷ്ട്രീയമായ ചിന്താ പദ്ധതി. എന്നാൽ റാം ആൻഡ് റൊട്ടി എന്ന് പറയുന്ന പദ്ധതിയെ റീബ്രാൻഡിങ് ചെയ്യുകയാണ് അരവിന്ദ് കെജ്രിവാൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട്. റാമിന് പകരം ഹനുമാനെ കൊണ്ടുവരുന്നു, ഒപ്പം തന്നെ അഥവാ ബജ്രംഗ് ബലിയെ കൊണ്ടുവരുന്നു. ബജ്രംഗ് ബലി ബ്രെഡ് പൊളിറ്റിക്സ് ആണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു ഭാഗത്ത് റാം റൊട്ടി പൊളിറ്റിക്സ് ആണ് നരേന്ദ്രമോദിയുടേതെങ്കിൽ ബജ്രംഗ് ബലി ബ്രെഡ് പൊളിറ്റിക്സ് ആണ് അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടും തീരുന്നില്ല. സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടുന്ന മൊഹല്ല ക്ലിനിക്കുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും. അപ്പോൾ NDAയും ഇന്ത്യ മുന്നണിയിലെ തന്നെ കോൺഗ്രസും അഥവാ UPAയും ഉപേക്ഷിച്ച വെൽഫെയർ പൊളിറ്റിക്സ്, ജനക്ഷേമ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃദു ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തെ ഫലപ്രദമായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ലീഡർ എന്ന നിലയിൽ കൂടിയാണ്. അപ്പോൾ നമ്പർ 2 ജനക്ഷേമ രാഷ്ട്രീയം, ഒപ്പം തന്നെ മൃദു ഹിന്ദുത്വ. ആൻഡ് നമ്പർ 3 ഒരു ഇമേജാണ് നമ്മൾ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ പ്രചരണവേല ടെക്നിക്കിൽ പ്ലെയിൻ ഫോക്സ് എന്ന് പറയും. അഥവാ തുല്യത നടിക്കൽ, സാധാരണക്കാരായ ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാലാണ് സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങളൊപ്പം നിൽക്കുക. അതാണ് ചായ്വാല എന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജിലൂടെ, ഒരു ബ്രാൻഡിംഗ് ഇമേജിലൂടെ നരേന്ദ്രമോദിക്ക് സാധിച്ചത്. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയും ചൂലുമായി തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ പ്ലെയിൻ ഫോക്സ് എന്ന് പറയുന്ന ആശയ സിദ്ധാന്തത്തെ
ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും സാധിച്ചെടുക്കാനായി. ഇതാ ഖരഗ്പൂർ IIT-യിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി IRS-ൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി കോടികൾ സമ്പാദിക്കാമായിരുന്ന സ്വകാര്യ ജോലികൾ ഉപേക്ഷിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ, ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നു. ഇതൊരു പ്ലെയിൻ ഫോക്കാണ്, അഥവാ തുല്യത നടിക്കൽ. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇതിനോടൊപ്പമാണ് അധികാരത്തോട് അകലം പാലിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയലിസത്തിന്റെ ഇമേജ്. കോമ്പറ്റീറ്റീവ് ഹിന്ദുത്വത്തിന്റെ, വെൽഫെയർ രാഷ്ട്രീയം അഥവാ ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ, ആൻഡ് നമ്പർ 3 പ്ലെയിൻ ഫോക്സിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുന്ന ആം ആദ്മി പൊളിറ്റിക്സിന്റെ നമ്പർ 4 നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം. 1900 പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 2013-ൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അന്ന് ഓംബുഡ്സ്മാൻ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ വൈകാരികമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ അന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഓംബുഡ്സ്മാൻ ബില്ലിനെ പിന്തുണയ്ക്കാത്തത് കൊണ്ട് അത് കീറി എറിയുമ്പോൾ 49 ദിവസത്തെ അധികാരം അവസാനിപ്പിച്ച് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നുണ്ട് ഡൽഹി നിയമസഭയുടെ. എന്ന് പറഞ്ഞാൽ 49 ദിവസത്തെ അധികാരം മാത്രം ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ തിരിച്ച് പൂർണ്ണ വിജയശ്രീ ലാളിതനായി തിരിച്ച് ഡൽഹി നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയലിസത്തിനെ അല്ലെങ്കിൽ ഐഡിയലിസ്റ്റ് നേതാവിനെ ഇന്ത്യ അതുവരെ പരിചയിച്ചിട്ടില്ല. അധികാരത്തോട് അകലം പാലിച്ച് നിൽക്കുന്ന ഒരു നേതാവ് എന്നൊരു ഇമേജാണ് അരവിന്ദ് കെജ്രിവാളിന് ആ 2013 സമ്മാനിക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയലിസത്തിൻ്റെതായ സ്ട്രാറ്റജി അരവിന്ദ് കെജ്രിവാളിലുണ്ട്. ഇനി അഞ്ചാമത്തേത് BJP ഇതിനും അപ്പുറം നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജ് അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കുന്നു. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ വിക്ടിം, ഒരു രാഷ്ട്രീയ ഇരയാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഇന്ത്യ നയിക്കുന്ന ഇന്ത്യ മുന്നണി നേതാക്കളിൽ നിന്ന് ഏറ്റവും കരുത്തുള്ള നേതാവാക്കി മാറ്റുന്നു, അഥവാ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള പ്ലെയറായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ് എന്ന് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അതിന് അല്പം വിയോജിച്ചുകൊണ്ട് ചേർക്കുകയോ ചെയ്താൽ അരവിന്ദ് കെജ്രിവാളിനെ ഭയക്കുന്നത് വോട്ട് ശതമാനത്തിന്റെ വർധനവ് മാത്രം കണ്ടുകൊണ്ടല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പകരം അരവിന്ദ് കെജ്രിവാൾ ഒരു കോംപ്രമൈസിംഗ് കാൻഡിഡേറ്റ് ആണ് എന്ന് BJP ധരിക്കുന്നു. എങ്ങനെ? ഡൽഹിയിൽ അസാധ്യമായിരുന്ന കൂട്ടുകെട്ട് സാധ്യമാക്കിയെടുത്തു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഇനി ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 22 സീറ്റുകളിൽ മത്സരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് 12 സീറ്റുകളെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എതിർക്കാൻ മറുഭാഗത്ത് മമതാ ബാനർജിയോ അതല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ നേതാക്കളോ എത്തിയാൽ ആ സമയത്തൊരു കൺസീലിയേഷൻ കാൻഡിഡേറ്റ് ആണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു കാൻഡിഡേറ്റായി അരവിന്ദ് കെജ്രിവാളിനെ BJP ഭയക്കുന്നു. ഒരു തർക്കമുണ്ടായാൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രൊജക്ട് ചെയ്ത് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റാക്കി വെച്ചാൽ BJPയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതുവരെ കൊണ്ടുവന്ന ആശയങ്ങളെല്ലാം അരവിന്ദ് കെജ്രിവാളിന് സ്വാഭാവികമായിട്ടും നടപ്പിലാക്കാൻ സാധിക്കും. ആ അരവിന്ദ് കെജ്രിവാളിന് കൂടുതൽ നന്നായി റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 50 അടിക്കാൻ നിന്ന ഒരു ബാറ്റ്സ്മാന് ഡബിൾ സെഞ്ചുറി അടിക്കാനുള്ള മോശം ബൗളിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ഞാനിതിനെ കാണുക. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന 4 ഘട്ടം തെരഞ്ഞെടുപ്പിൽ 3 ഘട്ടം നിർണായകമാണ്. 25-ാം തീയതി നടക്കാൻ പോകുന്ന ഡൽഹിയിൽ 4 ഇടങ്ങളിൽ മത്സരിക്കുന്നു ആം ആദ്മി പാർട്ടി, ഹരിയാനയിൽ കുരുക്ഷേത്രയിൽ മത്സരിക്കുന്നു. ജൂൺ 1-ാം തീയതി പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 13 ഇടങ്ങളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ മണ്ഡലങ്ങളിലേക്കും ഇനി ആം ആദ്മി പാർട്ടിയുടെ വികാരമായി അരവിന്ദ് കെജ്രിവാൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ പിന്തുണയായിരുന്നു. അഥവാ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയുടെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് മാസം 21-ാം തീയതിയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ആ അറസ്റ്റിന് കനത്ത വില നൽകേണ്ടി വരും ND എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, നികേഷ് കുമാറിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം കേജ്രിവാളിന് പിന്തുണയേറുമോ എന്നുള്ള ചർച്ച തുടരുകയാണ്. നികേഷ് കുമാർ, കഴിഞ്ഞ 41 മിനിറ്റ് നേരം നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഈ കാര്യത്തിനകത്ത് പ്രസക്തമായ കാര്യങ്ങളാണ്. ഇനി അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഇന്നാ താൻ കേസോട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിലഭിനയിച്ച കുഞ്ചാക്കോ ബോബൻ പറയുന്നുണ്ട്, ദൈവമില്ലാത്തവൻ്റെ കൂടെ മജിസ്ട്രേറ്റ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ED എന്ന പട്ടി കടിച്ചു മുറിച്ച പൃഷ്ഠം, ആ പൃഷ്ഠത്തിൻ്റെ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി PP കുഞ്ഞികൃഷ്ണൻ എന്ന ആ മജിസ്ട്രേറ്റിൻ്റെ വേഷത്തിൽ വന്നിരിക്കുകയാണ്. നമുക്കിത് ഗെയിം ചേഞ്ചറാകും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നടന്ന ദിവസം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ദേശീയ പാർട്ടികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ഉന്നതരായ നേതാക്കളെ പിടിച്ച് ജയിലിലിടുക, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി വിചാരിച്ചിരുന്നത് നിസ്സാരം എന്നായിരുന്നു.
ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യം എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആശ്വാസം. കോൺഗ്രസിൻ്റെ ഫണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യം വളരെ ഡൈനാമിക്കാണ് എന്ന് വളരെ കാലം രാഷ്ട്രീയത്തിൽ പരിചയമില്ലാത്ത നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു 2002 മുതലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിലെത്തി നിൽക്കുന്നത്. അതിനു മുമ്പും ഇന്ത്യൻ രാഷ്ട്രീയം ഇതിനേക്കാൾ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ആ വെല്ലുവിളികളൊക്കെ തന്നെയും അതിജീവിച്ചിട്ടുള്ള ഒരു ജനാധിപത്യമാണ് ഇന്ത്യയുടേത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കിവിടെ കേന്ദ്ര സർക്കാരിന് ചെവിടടിച്ചിട്ടല്ലേ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി. 2022 ഓഗസ്റ്റിൽ ECIR രജിസ്റ്റർ ചെയ്ത കേസിൽ മാർച്ച് 2024 അറസ്റ്റ് ചെയ്യുക അരവിന്ദ് കെജ്രിവാളിനെ എന്ന് പറയുമ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ് 21 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റാരോപണമാണ്. ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറും ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഇടക്കാല ജാമ്യം മാത്രമല്ല, ഈ അറസ്റ്റ് കൃത്യമായ രാഷ്ട്രീയോദ്ദേശത്തോടു കൂടിയാണ് എന്ന് വിധി എഴുതിയിരിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ്. ശരിയാണ്, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അടുത്ത ആഴ്ച ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന ഹർജി ഞങ്ങൾ ഫൈനലായി പരിശോധിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കാണേണ്ടത് 2-ാം തീയതി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ തിരികെ പോകേണ്ടി വരും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ 2-ാം തീയതിക്ക് മുമ്പ് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന ഹർജിയിൽ കൺക്ലൂഷൻ എടുത്തും എന്നുള്ളതാണ്. അതിനു മുമ്പ്, അതായത് അടുത്ത ആഴ്ച തന്നെ അക്കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് കരുതാം എന്നാണ് കരുതുന്നത്. അത് സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. ഏതായാലും നരേന്ദ്രമോദിയുടെ ഒരു പൊളിറ്റിക്കൽ ഗെയിം, ഈ പ്രധാന പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് ജയിലിലിടുക, ഫണ്ട് ഫ്രീസ് ചെയ്യുക, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്ന് സുപ്രീം കോടതി കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. SV രാജു ആയിക്കൊള്ളട്ടെ, SG തുഷാർ മേത്ത ആയിക്കൊള്ളട്ടെ, വലിയ നിലയിൽ അവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും സുപ്രീം കോടതി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ടേണിംഗ് പോയിന്റ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി എന്തായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ? നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം മാത്രമല്ല, നോക്കൂ, 1, 2, 3 ഘട്ടങ്ങൾക്കപ്പുറം നമ്മൾ ഇനി 4, 5, 6, 7 ഘട്ടങ്ങൾ കാണാൻ പോകുന്നുണ്ടല്ലോ. ഒരു 10 ഇരട്ടി ആവേശമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ഇരട്ടി ആവേശം. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെന്താണ്? ഞാൻ നരേന്ദ്രമോദിയെ സംവാദത്തിന് ക്ഷണിക്കുന്നു എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇവർ പപ്പു ഇമേജാണ് കൊടുക്കുന്നത്. ആ പപ്പു ആണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ വിളിക്കുന്നത് വാ, സംവാദത്തിന് വാ എന്ന് വിളിക്കുന്നത്. ആ നിലയിൽ ആവേശകരമായിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും സംയുക്ത പ്രചരണമാണ്. ഇവർ രണ്ടുപേരും ഒരു സ്റ്റേജിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഒരു രാഷ്ട്രീയ പ്രസക്തി എത്രയാണ്? ഡൽഹിയിലുണ്ട്, പഞ്ചാബിലുണ്ട്, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഹരിയാനയിൽ കൂടെ പ്രചരണത്തിന് പോകാം, പിന്നെ വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പോവും, പ്രചരണം നടത്തുമല്ലാതെ ഒരു ഇമ്പാക്റ്റും അതിനൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതാ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നൽകുന്ന സൂചന അനുസരിച്ച് മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, ഡൽഹിയിൽ ഇനിയിപ്പോൾ സ്വന്തം ഭാര്യ സുനിത കേജ്രിവാളുമായിട്ട് സംയുക്ത പ്രചരണം അടക്കം നടത്താൻ പോകുന്നതാണ്. ഇപ്പോൾ പ്രചരണത്തിൽ അദ്ദേഹം വാ തുറക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്? നേരത്തെ ഉണ്ണി അത് ചൂണ്ടിക്കാണിച്ചു. ഹനുമാൻജിയുടെ ക്ഷേത്രത്തിൽ പോയി ഞാൻ നാളെ 11 മണിക്ക് ദർശനം നടത്തുമെന്നുള്ളതാണ്. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ നമ്മളൊരു കേരള കോണ്ടെക്സ്റ്റിൽ ഇതൊക്കെയാണോ പറയേണ്ടത്? നോക്കൂ, അവിടുത്തെ ജനങ്ങളുമായിട്ട്, അതായത് ഉത്തരേന്ത്യയിലെ ജനങ്ങളുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കണമെങ്കിൽ ദൈവങ്ങളുടെ പേര് പറയണം, നിങ്ങൾ അവരുടെ ജാതി വികാരങ്ങൾ ഉയർത്തിവിടണം. ആ നിലയിലാണ് അത് അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ആം ആദ്മി അവരുടെ സർവേ ഒക്കെ കൃത്യമായി നടത്തുന്നവരാണല്ലോ. ആം ആദ്മി അവരുടെ സർവേയിൽ പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള സിമ്പതി ഫാക്ടർ, അതായത് ഒരു സഹതാപ ഘടകം 2-3% അവരുടെ ഒരു പാർട്ടി എന്നുള്ള നിലയിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു വിജയ ശതമാനം 2-3% ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി പെട്ടെന്ന് ഗിയർ മാറ്റിക്കളഞ്ഞല്ലോ. മുഴുവൻ വർഗീയ പരാമർശങ്ങളായല്ലോ പ്രസംഗത്തിൽ. അതോടുകൂടി അവർ തന്നെ, ആം ആദ്മി പാർട്ടി തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ 2-3% പതിയെ താണു.
എല്ലാ കാലഘട്ടത്തിലും ഈ സഹതാപ തരംഗം ഉണ്ടാവില്ലല്ലോ. ആ സഹതാപ തരംഗം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ വന്നു. പിന്നീട് നരേന്ദ്രമോദി ഗിയർ മാറ്റിയപ്പോൾ, പ്രത്യേകിച്ച് ഈ വർഗീയ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആ പറയുന്നത് 2-3% താഴ്ത്തി എന്നാണ്. അതായത് പിന്നീട് പഴയതുപോലെ തിരികെ പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആം ആദ്മി പറയുന്നത് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് ഈ പറയുന്ന വർഗീയ പരാമർശങ്ങളെ തിരികെ നേരിടേണ്ടത് എന്ന്. അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നത്, ഞാൻ നാളെ രാവിലെ 11 മണിക്ക് ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ പോകുന്നുവെന്ന്. വളരെ കൃത്യമായി ബി ജെ പിയുടെ ടാക്ടിക്സ്, ബി ജെ പിയുടെ ഈ വർഗീയ വിഭജന നയം, അതിനെ നന്നായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. 2020 നമ്മൾ സി എയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ പാർട്ടിയൊന്നും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. പക്ഷേ 2020 അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലാണ് സി എ വന്നത്. സി എ വിഷയത്തിൽ തൊട്ടില്ല അരവിന്ദ് കെജ്രിവാൾ എന്ന് മാത്രമല്ല, ആ സമരത്തിൽ വലിയ നിലയിൽ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ആളുകളുടെ സമരപ്പന്തൽ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ വലിയ ഈ പറയുന്ന സി എ ഡൽഹിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബി ജെ പി കൊണ്ടുവന്നതെന്നുള്ളതുകൊണ്ട് അതിൽ തൊടാതെ പോവുകയും, അതൊക്കെ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല രാഷ്ട്രീയമാവേണ്ടത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ എങ്ങനെ പ്രതിരോധിക്കണം ഉത്തരേന്ത്യയിൽ എന്നറിയാവുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഉടനെ ഹനുമാൻ സ്മരണ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇവിടെ നമുക്ക് കാണേണ്ടത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കണ്ടത് ബ്രിജ് ഭൂഷൻ്റെതാണ് അല്ലേ. ബ്രിജ് ഭൂഷൻ്റെ എത്രയോ കാലമായി ഇതിങ്ങനെ നീട്ടി പോവുകയാണ്. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗികാതിക്രമ കേസിൽ കുറ്റം ചുമത്താൻ ഡൽഹി ഹൗസ് കോടതി തീരുമാനിക്കുന്നു. 5 കേസുകളിൽ ബ്രിജ് ഭൂഷൺ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ തെളിവുണ്ട് എന്ന് വിധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ വനിതാ വോട്ടർമാരെയൊക്കെ തന്നെയും സ്ത്രീ വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യം. പിന്നെ ഈ അദാനി അംബാനി അത് തെലങ്കാനയിൽ പറഞ്ഞുവെങ്കിൽ പോലും ഇന്ന് ഉത്തർപ്രദേശിലേക്ക് പോയപ്പോഴേക്കും നരേന്ദ്രമോദി മിണ്ടുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. സന്ദേശ് ഖലിയിൽ പുതിയ വെളിപ്പെടുത്തൽ വരുന്നു. സന്ദേശ് ഖലിയിൽ ബി ജെ പിയുടെ സമ്മർദ്ദത്താലാണ് മൊഴി കൊടുത്തത് എന്നുള്ള നിലയിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. മട്ടൻ കറി, മീൻ പൊരിച്ചതും മംഗൾസൂത്രയൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ഈ ചൊറി പിടിച്ചവൻ്റെ തലമുട്ടയടിക്കുമ്പോൾ തലയിൽ എന്താ കല്ലുമഴ എന്ന് പറയുന്നത് പോലെയാണ് ഇത്. സാധാരണഗതിയിൽ ചിലപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ക്ലിക്കാവാതിരിക്കും. ഇത് കല്ലുമഴ തന്നെ വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നുള്ളതാണ്. ഇവിടെ അപ്പോഴാണ് നമ്മൾ ഗോഡി മീഡിയ എന്ന് വിളിക്കുന്ന മാധ്യമങ്ങളുടെ സഹായം തേടേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ ഒക്കെ ചങ്ങായിമാരായിട്ടുള്ള അദാനിയോ അംബാനിയോ ഒക്കെ സഹായിക്കേണ്ടത്. ഗോഡി മീഡിയ അവഗണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദ വയർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നേരത്തെ നരേന്ദ്രമോദിക്ക് കിട്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ, ഒരു ലീഡ് വാർത്ത അല്ലെങ്കിൽ സെക്കൻഡ് ലീഡ്, ഇത് മുഴുവൻ അപ്രത്യക്ഷമായിട്ട് ഇൻസൈഡ് പേജിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഫ്രണ്ട് പേജിൽ കൊടുക്കാമെങ്കിൽ തന്നെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പോയിന്ററോ മാത്രമായിട്ട് ഈ ഗോഡി മീഡിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വാർത്താ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നത് ഈ സമീപകാലത്ത് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. അതുപോലെ തന്നെ ഈ എല്ലാ മേഖലകളിൽ നിന്നും നരേന്ദ്രമോദിക്കും ഈ ബി ജെ പിക്കും ഒരു റിവോൾട്ട് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വെല്ലുവിളി നടത്തുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, സംവാദത്തിന് വെല്ലുവിളി നടത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ ഗ്യാരണ്ടി നരേന്ദ്രമോദി ആയിരിക്കില്ല പ്രധാനമന്ത്രി എന്നുള്ളതാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം തന്നെ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ചർച്ച ഇന്ത്യ ബ്ലോക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയെ കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. JDU നേതാവ് നിതീഷ് കുമാർ പോയതിന് ശേഷം അവിടെ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു എല്ലാ പാർട്ടികളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരി സോണിയാഗാന്ധിയെ എന്ന് വെച്ചാൽ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. നമുക്കറിയില്ല ഇന്ത്യ ബ്ലോക്കിന് ഒരു കേവല ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ എന്നുള്ളത്. BJP കേവല ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഇന്ന് മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് കേട്ടോ. 1.5% നിഫ്റ്റിയിലും മറ്റുമൊക്കെ തന്നെയും തകർച്ച ഉണ്ടായിരിക്കുന്നത്.
അപ്പോൾ ഈ തകർച്ച എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് നേരത്തെ കിട്ടുമെന്ന് കരുതിയിരുന്ന അത്ര സീറ്റുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സത്താ ബസാറിൽ വളരെ കൃത്യമായ രീതിയിൽ കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യ ബ്ലോക്കിൻ്റെ സാധ്യതകൾ ഉണ്ട് എങ്കിൽ ആ സാധ്യതകളൊക്കെ തന്നെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പോലും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്ന് വെച്ചാൽ ഇന്ത്യ ബ്ലോക്കിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലായി എന്ന് പറയുന്ന ആളല്ല. പക്ഷേ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ അതിലേക്ക് ബി ജെ പി എത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. നമുക്ക് ചില സമയത്ത് തോന്നുന്ന ഒരു കുബുദ്ധി ഉണ്ടല്ലോ, പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, അതായിപ്പോയി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. അതിപ്പോൾ സുപ്രീം കോടതി പൊളിച്ചു കൊടുത്തതോടുകൂടി, ആ രാഷ്ട്രീയ ദുഷ്ടലാക്ക് സുപ്രീം കോടതി പൊളിച്ചു കൊടുത്തതിലൂടെ ബി ജെ പി ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, കേവല ഭൂരിപക്ഷമില്ല എന്നുള്ള അവസ്ഥ. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താൻ ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ? ഞാനിപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വീഴ്ചകൾ ബി ജെ പി വരുത്തിയതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുൻകരുതൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 2018 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത്. നമുക്കറിയാമല്ലോ, അത് ഈ പറയുന്ന മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഇനി കർണാടകയിലാണെങ്കിലും കോൺഗ്രസ് വിജയിച്ചു വരികയും ബി ജെ പി തറപറ്റുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ഭയന്നു ബി ജെ പി. എന്നുവെച്ചാൽ ഒരു ദേശീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് ബോധ്യപ്പെടുന്ന ബി ജെ പി പിന്നെ പുൽവാമയും ബാലാക്കോട്ടും ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടിയാണ് ആ ഒരു മുൻകരുതൽ, പിന്നെ ആ ഒറ്റ നറേഷനിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും വലിയ വിജയം ബി ജെ പി കരസ്ഥമാക്കുന്നതും. പക്ഷേ 2024 വരുമ്പം സ്വന്തം ശക്തി കൊണ്ട് ക്യാരീഡ് അവേ ആയി പോകുക എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ഇപ്പം ഉദാഹരണത്തിന് വീണ്ടും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുള്ള വലിയ വിജയം, മധ്യപ്രദേശ് വലിയ ഭൂരിപക്ഷമാണ്, 160 സീറ്റാണ് മധ്യപ്രദേശിൽ കിട്ടിയത്. ഛത്തീസ്ഗഡ് തിരിച്ചു പിടിച്ചു, രാജസ്ഥാൻ തിരിച്ചു പിടിച്ചു എന്ന് മാത്രവുമല്ലല്ലോ, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തമായ മുന്നണിയായി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ബി ജെ പി കരുതിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നേരെ നിതീഷ് കുമാറിനെ പിടിച്ച് ബി ജെ പി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അതോടെ ഈ ഇന്ത്യ ബ്ലോക്ക് പൊളിഞ്ഞു എന്നങ്ങ് വിചാരിച്ചു. അതുപോലെ മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി, NCPയെ പിളർത്തി. ഇവിടെ ഉത്തർപ്രദേശിൽ BSPയെ മാനേജ് ചെയ്തു, രാഷ്ട്രീയ ലോക്ദളിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ അർത്ഥത്തിലെല്ലാം രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു, വനിതാ സംവരണം, സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വനിതാ സംവരണം കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ മോഡിയുടെ ഗ്യാരണ്ടി, മോഡി എന്ന് പറയുന്ന വലിയ ഒരു വോട്ട് ക്യാച്ചർ, ആ രീതിയിലുള്ള ഒരു ഇമേജും കൂടിയായപ്പോൾ ഏകപക്ഷീയമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് ബി ജെ പി വിചാരിച്ചു. പക്ഷേ ബി ജെ പി അൺപോപ്പുലറായി തുടങ്ങിയത്, ഞാൻ കൃത്യമായി പറയാം, ഫെബ്രുവരി മാസം കഴിയുമ്പോൾ ബി ജെ പി അൺപോപ്പുലറായി തുടങ്ങുകയാണ്. ഓരോരോ ആക്ടിലൂടെ, ഇലക്ട്രൽ ബോണ്ടിലൂടെ, ഈ പറയുന്ന ആളുകളുടെ പാർട്ടികളുടെ ഫണ്ട് ഫ്രീസിങ്ങുകളിലൂടെ, ഈ അറസ്റ്റുകളിലൂടെ ഒക്കെ അൺപോപ്പുലർ ആവുകയും തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം എന്താണോ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ അവരെ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന നേരത്തെ നികേഷ് ഉപയോഗിച്ചൊരു വാക്ക് തന്നെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഡൈനാമിസം എന്ന് പറയുന്നത് മോദിക്ക് പിടികിട്ടിയില്ല. 2019 ആ മുൻകരുതൽ മോദിക്കുണ്ടായിരുന്നു. 2014 സ്വാഭാവികമായ സാഹചര്യങ്ങളുടെ ആനുകൂല്യം മോദിക്കുണ്ടായിരുന്നു. 2019 കൂടുതൽ കരുതലുണ്ടായിരുന്നു. 2024 വന്നപ്പോൾ സ്വന്തം ഇമേജിലും അതേപോലെ തന്നെ പാർട്ടിയുടെയും മുന്നണിയുടെയും ശക്തിയിലും ക്യാരീഡ് അവേ ആയിപ്പോയ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. വലിയ തിരിച്ചടി അതുകൊണ്ട് തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കാത്തുവച്ചിട്ടുണ്ട് ജനങ്ങൾ. വലിയ തിരിച്ചടിയിലേക്ക് തന്നെ പോകും, നോ ഡൗട്ട്. ഒരു സംശയവും ഇപ്പോൾ വേണ്ട. ഈ പറയുന്ന കേവല ഭൂരിപക്ഷം നേടുക എന്ന് പറയുന്നത് വളരെ വിദൂരമായൊരു ടാർഗറ്റായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മാറിയിട്ടുണ്ട്. അത് തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമായിരുന്നു. ഈ പറയുന്ന കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇനി നേരത്തെ നികേഷ് ഉപയോഗിച്ചൊരു വാക്ക് വീണ്ടും കടം കൊണ്ടാൽ ഗെയിം ചേഞ്ചറായി മാറുമെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ദിവസമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അത് വളരെ നിർണായകമായ ഇമ്പാക്റ്റുകൾ പല രീതിയിലുണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ മുതൽ കാണാനിരിക്കുന്നത് അതാണ്, വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞിട്ട് റോഡ് ഷോ അല്ലേ? അതെ. ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്തിന്റെ ആ ഒരു ഊർജ്ജത്തോടു കൂടിയുള്ള ഇറങ്ങി വരവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കേജ്രിവാളിന് പിന്തുണയേറുന്നുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Meet the editors.